യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്തു. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ സ്വീകരണം നടത്തിയതിന് 12 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിയാക്കിയാണ് കേസ്. രണ്ടാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കണ്ടാലറിയുന്ന 20ഓളം പേർക്കെതിരെയും കേസെടുത്തു. 200 പേർക്ക് കണ്ടാലറിയുന്ന 200 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തി എന്നും ക്രമസമാധാനം തകർത്ത് കളഞ്ഞുവെന്നുമാണ് പൂജപ്പുര പോലീസിൻ്റെ FIR. എന്ത് കാര്യം! AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ, യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ ജയിലിൽ പോയ ആൾക്കാരെ സ്വീകരിച്ചുകൊണ്ട് വരുന്നത്? ബാലകൃഷ്ണപിള്ള പൂജപ്പുര ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൊട്ടാരക്കര വരെയാണ് ആൾക്കാർ 100 വാഹനത്തിൻ്റെ അകമ്പടിയോടെ സേവിച്ചുകൊണ്ട് പോയത്. ഇതൊക്കെ ആരാണ് ഈ നാട്ടിൽ തീരുമാനിക്കുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത. പറയൂ. ഗുഡ് മോർണിംഗ് SKN. സ്വാഭാവികമായും SKN പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സ്വീകരണങ്ങൾ ജയിലിന് മുമ്പിലും മറ്റ് പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനൊന്നും പോലീസ് ഇങ്ങനെ നിരന്തരമായി കേസെടുക്കാറില്ല. ഏറിപ്പോയി കഴിഞ്ഞാൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തി മാത്രമാണ് കേസ് ഉണ്ടാകാറ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ഒപ്പം ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമുണ്ടാക്കി. കലാപാഹ്വാനത്തിന് പ്രവർത്തകർ ശ്രമിച്ചു എന്നെതിരെയുള്ള വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു സ്വീകരണത്തിന് എന്തിനാണ് ഇത്ര വകുപ്പുകൾ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ രണ്ടാം പ്രതിയാക്കിയും നേമം സജീർ യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ്, അദ്ദേഹത്തെ ഒന്നാം പ്രതിയുമാക്കിയാണ് കേസ്. 12 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. കണ്ടാൽ തിരിച്ചറിയുന്ന 200 പേരെയും കേസിൽ പ്രതി ചേർക്കും. അത്തരത്തിൽ സ്വാഭാവികമായും എടുക്കാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ആളുകൾ സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്തി, ക്രമസമാധാനം തകർത്തു, കലാപാഹ്വാനത്തിന് ശ്രമിച്ചു, സംഘർഷം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി എത്തി. അത്തരം വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് ചുമത്തിയിരിക്കുന്നത്. ഈ സ്വീകരണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. 17-ാം തീയതി ഇട്ടൊരു FIR ആണ്. ഇതിലാണ് ഇത്തരത്തിലുള്ള വകുപ്പുകളുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തുടർ നടപടികളിലേക്ക് കിടക്കും. രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ കുരുക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള FIR എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപണം. ഒപ്പം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ രാഹുൽ വലിയ തോതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു, വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമര പരിപാടികൾ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക നായകരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ സമ്മേളനങ്ങളും സെമിനാറുകളും ഉൾപ്പെടെ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടികൾ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുരുക്ക് മുറുക്കാൻ തന്നെയാണ് സർക്കാർ ശ്രമമെന്ന് തന്നെ ഈ FIR-ൽ നിന്ന് വ്യക്തമാകും. ഓക്കെ, താങ്ക് യു AV ജയശങ്കർ.